ഹലോ ഗൈസ്, എമ്പുരാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടില്ലാത്ത രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ്. ലാർജർ ദാൻ ലൈഫ്. അതിൽ ലൊക്കേഷനുകളൊക്കെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതിഗംഭീരാണ്. റിയൽ ആയിട്ടുള്ള പ്ലേസുകൾ, റിയൽ ആയിട്ടുള്ള ഫൈറ്റുകൾ. ഒരു മലയാള സിനിമ കണ്ട് ഇറങ്ങിയതാണോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ ആക്ഷൻ ബ്ലോക്കുകൾ തന്നെയാണ്. പിന്നെ ഈ പടം ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കാണേണ്ട. ഈ സിനിമ ഒരു ലൂസിഫർ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അതായത് സ്റ്റീഫൻ അവിടുന്ന് പോകുന്നതിന് ശേഷം, അതായത് ജതിൻ രാംദാസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതിനു ശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കഥകളും അങ്ങനെ പൊളിറ്റിക്കൽ ത്രില്ലറായിട്ട് തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പിന്നെ ആക്ഷൻ ബ്ലോക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ജംഗിൾ ഫൈറ്റ് ഒക്കെ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് സ്പോയിലർ ആയിപ്പോഴും മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗംഭീര പെർഫോമൻസ് ആണ്. എന്റെ പുറകിൽ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഉറപ്പായും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ്. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയം പറഞ്ഞു പോകുന്നതിന് ഒപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയവും കുറച്ചുകൂടെ ലാർജ് സ്കെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മളൊരു മലയാള സിനിമ, ഒരു മലയാളം മൂഡ് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂഡ് ആയിരിക്കില്ല ഈ സിനിമ. കുറച്ചുകൂടെ നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവലിലുള്ള പിന്നെ ഒരു സ്ക്രീൻ പ്ലേ ആണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഇതിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപക്ഷെ മലയാളത്തേക്കാൾ കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. പക്ഷെ ആ ന്യൂവാൻസസ് ഒക്കെ, ആ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഴുത്തും ഈ ഒരു കാലഘട്ടത്തിൽ ചേർന്നുള്ള രീതിയിലുള്ള പൊളിറ്റിക്സ് പറച്ചിലും എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എമ്പുരാൻ തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. പിന്നെ അടുത്ത ഭാഗത്തിലേക്കുള്ള ഒരു ലീഡ് ഇട്ട് പോകുന്നുണ്ട്. ഡ്രാഗൺ ആരാണെന്ന് നിങ്ങൾ നേരിട്ട് തന്നെ പോവുക. വലിയൊരു സ്കെയിലിലേക്കാണ് സിനിമ പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ ലൂസിഫർ കൂടുതലും കേരളത്തിലാണ് നടന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നാടൻ മലയാളം പടം എന്നുള്ള രീതിയിൽ പോയി കാണുന്നതിന് പകരം ഒരു ഇന്റർനാഷണൽ അല്ലെ ഒരു നാഷണൽ ലെവൽ പൊളിറ്റിക്സ് കുറച്ചുകൂടെ ലാർജർ സ്കെയിലുള്ള അത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമ്പുരാൻ കാണാം. അതുപോലെ തന്നെ ലൂസിഫർ കണ്ടിരിക്കേണ്ടവർ ആ കഥ എങ്ങനെ വളർന്നു എന്നറിയാൻ വേണ്ടി കാണാം. ലാലേട്ടന്റെ പെർഫോമൻസ്, ലാലേട്ടനും വൃത്തിയായിട്ടുള്ള കോംബോ സീൻസ് ഉണ്ട്. കൂടുതൽ പറഞ്ഞാൽ അതിന്റെ സ്പോയിലർ ആയി പോവും. സയ്യദിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നവരത്തും എല്ലാം നന്നായിട്ടുണ്ട്. സുജിത്തിന്റെ പിന്നെ ക്യാമറ വർക്ക്, അതുപോലെ തന്നെ ദീപത്തിന്റെ മ്യൂസിക് നല്ല ഇന്റർനാഷണൽ ലെവലിൽ, നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മ്യൂസിക് അതിഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ലൂസിഫറിൽ അഭിനയിച്ച മേജർ കഥാപാത്രങ്ങൾ ഒരു മിക്കവാറും ഇതിനകത്തും വന്നിട്ടുണ്ട്. പാസ്റ്റ് ആൻഡ് പ്രസൻസ് മാറി മാറിയാണ് കാണിക്കുന്നത്. പടത്തിന്റെ ആ ഒരു ലൂസിഫറിന്റെ സ്ലോ പേസ് ആണ് എന്നറിഞ്ഞിട്ട് ആ ഒരു സ്ലോ പേസിലുള്ള ബിൽഡപ്പും പിന്നെ പക്ഷെ നമുക്ക് അതിഗംഭീരമായ ആക്ഷൻ ബ്ലോക്കുകളും തരുന്ന ഒരു ഇന്റർനാഷണൽ ലെവൽ ഐറ്റമാണ് എമ്പുരാൻ.